ടെക്സലേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് M30SE എന്ന സാംസങ്ങിൻ്റെ ഒരു പുതിയൊരു മോഡൽ, അതായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ റിലീസായ, അതായത് സെപ്റ്റംബറിൽ അനൗൺസ് ചെയ്ത് സെപ്റ്റംബറിൽ തന്നെ പുറത്തിറങ്ങിയ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ഇതിൽ 128GB സ്റ്റോറേജും 6GB കൂടിയും വരുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ കിട്ടിയത് 64GB സ്റ്റോറേജും 4GB റാമോട് കൂടിയുള്ള ഒരു ഫോണാണ്. നമുക്ക് ഇതൊന്ന് അയച്ചു മാറ്റി നോക്കാം. പിന്നെ അതിൻ്റെ മുമ്പായിട്ട് ഇതിൻ്റെ ബാറ്ററിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി വരുന്നത് 6000 mAh ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ തന്നെ ക്യാമറ വരുന്നത് 48 മെഗാപിക്സലും 8 മെഗാപിക്സലും 5 മെഗാപിക്സലുമാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറ വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 മെഗാപിക്സലാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യാമറ ക്ലിയർ തന്നെ, ക്വാളിറ്റി തന്നെ ഇതിനുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് ബാക്കിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പാക്കേജിൻ്റെ കൂടെ ഉള്ളത് ഇതിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ ഉണ്ട്, അതായത് 9 വോൾട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് ഇത് ഫുൾ ചാർജ് ആകും. പിന്നെ ഇതല്ലാതെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഒരു ഹെഡ്ഫോൺ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ സിം റിമൂവ് ചെയ്യാനുള്ള ഒരു പിന്നുണ്ട്. സിമ്മിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്മ് നാനോ സിമ്മാണ് വരുന്നത്. അതേപോലെ തന്നെ 1 TBൻ്റെ മെമ്മറി കാർഡ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഏതായാലും ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പിന്നെ എല്ലാവർക്കും അറിയണ കാര്യങ്ങളൊന്നും പിന്നെ വലിയ സംഭവമാക്കി നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നെറ്റ്വർക്ക് വരുന്നത് 4G അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ വിശദീകരിക്കണില്ല. സിം കാർഡ് വരുന്നത് 2 സിം കാർഡും അതോടൊപ്പം തന്നെ 1 TBൻ്റെ ഒരു മെമ്മറി കാർഡ് ഇടാം. 2 സിം കാർഡ് ഇട്ടോടൊപ്പം തന്നെ 1 TBൻ്റെ ഒരു മെമ്മറി കാർഡ് ഇടാം. പിന്നെ ഇതിൽ വരുന്നത് 6.4 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ബാക്കി കൂടുതൽ വിവരങ്ങൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഇതൊക്കെ ഇതൊന്ന് സെറ്റിങ്സിലൊക്കെ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എത്ര GB കാര്യങ്ങൾ. സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ആദ്യം തന്നെ സോഫ്റ്റ്വെയർ കാണാൻ പറ്റും. Android 9 അതിനുശേഷം ഇതിൻ്റെ ബാറ്ററി പവർ, പിന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാം നോക്കാം. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇതിന് വില വരുന്നത് ഇവിടെ നമ്മൾ നവംബർ 1 വെക്കുന്നത് 85 റിയാലാണ്. ഏകദേശം നാട്ടിലൊരു 15000 രൂപ ഏകദേശം വില വരും. ഇപ്പോൾ റിലീസായിട്ട് ഏകദേശം ഒരു മാസം 1.5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ വില വീണ്ടും കുറയാൻ മതി. ഇപ്പോഴത്തെ വില ഇതാണ്. ഇപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റിയൊരു നല്ലൊരു ഫോൺ തന്നെയാണ് ഈ ഫോണ്. പിന്നെ ഇനി നമുക്ക് ക്യാമറ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്യാമറയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ AI ക്യാമറ, അതുപോലെ തന്നെ ബ്ലറാക്കാനുള്ള സംവിധാനം, പിന്നെ ക്യാമറ വൈഡ് ക്യാമറ, ഇങ്ങനത്തെ എല്ലാ സംവിധാനം ഇതിലുണ്ട്. പിന്നെ ഫുൾ സ്ക്രീൻ മോഡിലേക്ക് മാറ്റണമെങ്കിൽ ഫുൾ സ്ക്രീനിലേക്ക്. അപ്പോൾ ഞാൻ ഈ പറയാത്ത ഒരുപാട് വീഡിയോയിൽ പറയാത്ത വിശേഷങ്ങളും ഈ ഫോണിനുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക.